നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറിയുടെ പുത്രൻ, ഇവർ രണ്ടുപേരും പ്രതിയായാൽ ആരാണ് ശരിക്കുള്ള പ്രതി? സർക്കാരിന്റെ വിലാസം ഉപയോഗിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തുന്ന ഏതൊരു നടപടിക്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമില്ലേ? പാർട്ടി സെക്രട്ടറിയുടെ പുത്രൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയായാൽ അത് അണികൾക്കും ജനങ്ങൾക്കും നൽകുന്ന സന്ദേശം എന്താണ്? പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനെ പ്രതിയാക്കാൻ ED തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ശിവശങ്കർ പറഞ്ഞതും ചോദിച്ചിട്ടും പറയാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വർണ്ണക്കടത്തിലും ലഹരിക്കടത്തിലും ഭരണവും പാർട്ടിയും വന്നുപെട്ടത് എങ്ങനെ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത 24 മണിക്കൂർ തികയും മുമ്പ് പാർട്ടി സെക്രട്ടറിയുടെ പുത്രൻ അറസ്റ്റിലായതിൽ രാഷ്ട്രീയമുണ്ടോ? രണ്ട് കേസിന്റെയും വിശദാംശങ്ങൾ പരിശോധിക്കുന്ന പ്രത്യേക പരിപാടി ആരംഭിക്കുന്നു. സ്വാഗതം. ഇപ്പോൾ ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നു. ഈ പ്രദീപ്, രണ്ട് കേസുകൾ, രണ്ട് പ്രതികൾ, രണ്ടും കേരള ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത വിധം ദുരൂഹമായ കേസുകൾ. പാർട്ടിയും ഭരണകൂടവും പ്രതിപട്ടികയിൽ എന്ന പ്രതിപക്ഷ ആരോപണം, പ്രതിരോധം എത്രമാത്രമാണ്? ഗോപി, ഡബിൾ വാമി എന്ന് ഇംഗ്ലീഷിൽ പറയും, ഇരട്ട പ്രഹരം. ശരിയാണ്, M ശിവശങ്കർ സർക്കാരല്ല, ബിനീഷ് കോടിയേരി പാർട്ടിയുമല്ല. അപ്പോൾ M ശിവശങ്കർ ആരായിരുന്നു? 4.5 വർഷക്കാലം കേരള ഭരണത്തിന്റെ സർവാധികാരക്കാരൻ. ബിനീഷ് കോടിയേരിയുടെ വിലാസം എന്താണ്? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ. അപ്പോൾ സാങ്കേതികമായി നിയമപരമായി ഒക്കെ പറഞ്ഞു നിൽക്കാം, ന്യായീകരിക്കാം, ഇതിൽ സർക്കാരിന് ബാധ്യതയില്ല, പാർട്ടിക്കും ബാധ്യതയില്ല എന്ന്. സർക്കാരും വിശദീകരിച്ചു കഴിഞ്ഞു. ശിവശങ്കർ ഇപ്പോൾ സർക്കാരിലില്ല, പുറത്തു പോയി കഴിഞ്ഞു, സസ്പെൻഷനിലാണ്. ബിനീഷ് കോടിയേരി പാർട്ടി നേതാവല്ല എന്ന് പാർട്ടി തന്നെ പറഞ്ഞു. പാർട്ടി സെക്രട്ടറി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്തം മാത്രമേ പാർട്ടി ഏറ്റെടുക്കേണ്ടതുള്ളൂ എന്നും പറയുന്നു. വാദത്തിന് വേണ്ടി പറയാം, ഇതിൽ ധാർമ്മിക വശമുണ്ട്, രാഷ്ട്രീയമുണ്ട്, നിയമമുണ്ട്. ഇതിലേക്കൊക്കെയാണ് കടന്നു വരുന്നത്. ജനങ്ങളും ചിന്തിക്കുന്നുണ്ട്, നമുക്കും ചർച്ച ചെയ്യാം. തീർച്ചയായും. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മമായും കൃത്യമായും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പോവാം. ആദ്യം എന്താണ് ഈ കേസ് എന്ന പരിശോധനയാണ്. ശിവശങ്കരന്റെ കേസിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് കേസ്? എന്താണ് ശിവശങ്കറിനെതിരായ കേസ്? കള്ളപ്പണ ഇടപാട് അഥവാ മണി ലോണ്ടറിംഗ്. കേസിൽ എത്രാം പ്രതിയാണ് ശിവശങ്കർ? 5-ാം പ്രതി. ശിവശങ്കറിനെ പ്രതിയാക്കിയത് ആര്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്താണ് ശിവശങ്കറിനെതിരായ കുറ്റം? കള്ളപ്പണ ഇടപാടിന് കൂട്ടുനിന്നു. ശിവശങ്കറിന്റെ ഇടപെടൽ എങ്ങനെ? പരിശോധനയില്ലാതെ സ്വർണം വിട്ടുകിട്ടാൻ വിളിച്ചു. ശിവശങ്കർ ഇടപെട്ടു എന്ന് പറഞ്ഞത് ആര്? സ്വപ്ന EDക്ക് നൽകിയ മൊഴിയിൽ. ശിവശങ്കർ ആരുടെയൊക്കെ സഹായം തേടി? ടെർമിനൽ മാനേജർ, കസ്റ്റംസ്, എയർപോർട്ട്. ഇത്രയും മതിയോ ശിവശങ്കറിനെ പ്രതിയാക്കാൻ എന്ന ചോദ്യമാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉയർത്തുന്നത്. 2020 നടന്ന കള്ളക്കടത്തിന് 2018 തെളിവ് മതിയോ എന്ന് സർക്കാരും പാർട്ടിയും ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ പുത്രൻ തന്നെ പ്രതിയാകുന്നത്. അറസ്റ്റ് ചെയ്തത് ഇതേ ED. ആദ്യ അറസ്റ്റിന് 24 മണിക്കൂർ തികയും മുമ്പ് ബംഗളൂരുവിലാണ് രണ്ടാം അറസ്റ്റ്. ആ കഥ ഇങ്ങനെ. എന്താണ് ബിനീഷ് കോടിയേരിക്കെതിരായ കേസ്? ലഹരി കടത്ത് സംഘത്തിന് പണം നൽകി. ബിനീഷ് പണം നൽകിയത് ആർക്കാണ്? ലഹരിക്കടത്തിൽ നേരത്തെ അറസ്റ്റിലായ അനൂപ് മുഹമ്മദിന്. പണം എന്തിന് ഉപയോഗിച്ചു? ബിനീഷ് നൽകിയ പണം മയക്കുമരുന്ന് വാങ്ങാൻ മുതൽ മുടക്കി. എത്ര ലക്ഷം നൽകി എന്നാണ് കേസ്? 50 ലക്ഷം രൂപ നൽകിയെന്നാണ് കേസ്. ഈ പണം വന്നത് എവിടെ നിന്ന്? 20 അക്കൗണ്ടുകളിൽ നിന്നായി പണമെത്തി.
ബിനീഷ് എങ്ങനെ പ്രതിയായി? പണം വന്നത് ബിനീഷ് പറഞ്ഞിട്ടാണെന്ന് അനൂപിന്റെ മൊഴി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെട്ട കേസ് പോലെ തന്നെ അതീവ ഗുരുതര സ്വഭാവമുള്ളതല്ലേ പാർട്ടി സെക്രട്ടറിയുടെ പുത്രൻ ഉൾപ്പെട്ട ലഹരിമരുന്ന് കേസ്? പാർട്ടി സെക്രട്ടറിയുടെ മക്കൾക്ക് അവരുടെ സ്വകാര്യതയും സ്വകാര്യ ജീവിതവും ഉണ്ട്. പക്ഷേ അവർക്ക് എങ്ങനെ എടുത്ത് കൈകാര്യം ചെയ്യാൻ ഇത്രമാത്രം പണം എവിടെ നിന്ന് എന്ന ചോദ്യത്തിനെങ്കിലും പാർട്ടി ഉത്തരം പറയണ്ടേ? പ്രദീപ്, സ്വാഭാവികമായും ജനങ്ങളെക്കാൾ കൂടുതൽ പാർട്ടി അണികളോട് അല്ലേ? തീർച്ചയായിട്ടും. ആദ്യം ചോദിച്ച ചോദ്യം 2020 നടന്ന സ്വർണ്ണക്കടത്തിന് 2018 തെളിവ് മതിയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം റിമാൻഡ് റിപ്പോർട്ടിലാണ് ഉള്ളത്. അവിടെ ശിവശങ്കർ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും വളരെ വ്യക്തമായി പറയുന്നു, ED is in possession of WhatsApp messages exchanged between A2 and ശിവശങ്കർ, അതായത് സ്വപ്നയും ശിവശങ്കറും തമ്മിൽ, which does indicate that ശിവശങ്കർ did intervene in the clearance of diplomatic baggage as late as April 2019. അന്ന് സ്വപ്ന എവിടെയാണ്? കോൺസുലേറ്റിലെ സെക്രട്ടറി. ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. UAE-യിൽ നിന്ന് UAE കോൺസുലേറ്റിലേക്ക് വന്ന നയതന്ത്ര ബാഗേജ് അവിടെ നിന്ന് വിട്ടുകിട്ടാൻ, കസ്റ്റംസിൽ നിന്ന് വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തിന് ഇടപെടണം? നിയമപരമായി അതിന് രാജ്യം തന്നെ പ്രോട്ടോകോളുകളൊക്കെ സെറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഒരേ ഒരു കത്ത്, പ്രോട്ടോകോൾ വിഭാഗത്തിൽ നിന്ന് ഒരേ ഒരു കത്ത് മതി അത് വിട്ടുകിട്ടാനായി. അപ്പോൾ എന്തിനാണ് ഇത്ര സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചത് എന്നുള്ളതിനായിരിക്കണം ശിവശങ്കർ ഇനി മറുപടി പറയേണ്ടി വരിക. രണ്ടാമത്തെ കേസ് ഗോപി പറഞ്ഞതുപോലെ തന്നെ ശരിയാണ്. ബിനീഷ് കോടിയേരി ഒരു സ്വകാര്യ വ്യക്തിയാണ്, പാർട്ടി നേതാവല്ല, ഇപ്പോൾ പാർട്ടി അംഗവുമല്ല എന്ന് വരെ പാർട്ടി നേതാക്കൾ പറയുന്നു. പക്ഷേ ബിനീഷ് കോടിയേരി ആരാണ്? ബിനീഷ് കോടിയേരിയുടെ വിലാസം എന്ന് പറയുന്നത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വരുമാന മാർഗം എന്താണെന്ന് എന്തായാലും പൊതുജനങ്ങൾക്കറിയില്ല. എന്താണ് ബിസിനസ്? 50 ലക്ഷം രൂപയൊക്കെ ഒറ്റയടിക്ക് സമാഹരിച്ച് നൽകാനുള്ള ആസ്തി, വരുമാനം എവിടെ നിന്ന് എന്നുള്ള ചോദ്യത്തിനും പാർട്ടി അണികളോടും ജനങ്ങളോടും മറുപടി പറയണ്ടേ? തീർച്ചയായും. പ്രദീപ് ആദ്യം പറഞ്ഞ പോയിന്റിൽ ആ പ്രകാരണ കൺഫ്യൂഷൻ വരുന്നത് 2019 ഏപ്രിലിലെ ഇടപെടലാണ്. അതെന്താണെന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കിയിട്ടുണ്ട്. ഈ ബിനീഷ് കോടിയേരിയുടെ കേസ് പോലെ തന്നെ ഏറെ ദുരൂഹതകൾക്ക് കുറവൊന്നുമില്ല ശിവശങ്കറിന്റെ ഈ കേസിലും. ശിവശങ്കർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ SFIയുടെ നേതാവായിരുന്ന ഇവരൊന്നുമല്ല പാർട്ടിയുമായുള്ള അടുപ്പത്തിന്റെ മാനദണ്ഡം. കെ നായനാർ സർക്കാരിന്റെ കാലം മുതൽ, അഥവാ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന സർക്കാർ മുതൽ തുടങ്ങിയതാണ് ഈ ബന്ധം. ഇനി ആ അറസ്റ്റ് റിപ്പോർട്ടിൽ ശിവശങ്കറിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതിലാണ് നമ്മൾ ഇനി കൂടുതൽ സൂക്ഷ്മമായി നോക്കേണ്ട കാര്യങ്ങളുള്ളത്. കള്ളപ്പണം സൂക്ഷിക്കാൻ സ്വപ്നയെ ഏൽപ്പിച്ചു. സ്വപ്നയുടെ പണത്തിൽ ശിവശങ്കറിന് താൽപര്യം. പണം ഇടപാട് വേണുഗോപാലിനെ ഏൽപ്പിച്ചു. പണം ശിവശങ്കറുടെയാവാൻ സാധ്യത. കസ്റ്റംസിനെ വിളിച്ചതായി ശിവശങ്കർ സമ്മതിച്ചു. ശിവശങ്കർ ഫോൺ വിളി സമ്മതിച്ചത് ഒക്ടോബർ 15-ന്. 2019 ഏപ്രിലിൽ തന്നെ ബാഗേജിനായി ഇടപെട്ടു. ഏപ്രിലിൽ ഇടപെട്ടതിന് വാട്സാപ്പ് തെളിവ്. 2019 ജൂലൈയിൽ ഡമ്മി ബാഗേജുകൾ അയച്ചു. ഡമ്മി അയച്ചത് ശിവശങ്കറിന്റെ വിളിക്ക് ശേഷം. പ്രദീപ്, ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ലാസ്റ്റ് വന്ന, അതായത് പിടിക്കപ്പെട്ട ബാഗേജ് വന്നപ്പോഴാണ് ശിവശങ്കർ വിളിച്ചത് എന്നുള്ളതായിരുന്നു വാർത്തയും വിവാദങ്ങളും. പക്ഷേ ED തന്നെ അങ്ങനെ ഒരു വിളിയെ പറ്റി പറയുന്നില്ല. പറയുന്നത് 2019 ഏപ്രിലാണ്. ആ സമയത്ത് തന്നെ നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച പോലെ സ്വപ്ന അവിടെ കോൺസുലേറ്റിലാണുള്ളത്. അതിനുശേഷം ജൂലൈയിൽ ആണ് ഡമ്മി ബാഗേജുകൾ അയച്ചത്. സ്വാഭാവികമായും ശിവശങ്കറിന്റെ വിളിക്ക് ശേഷം ഡമ്മി ബാഗേജുകൾ അയച്ചു എന്നുള്ളതാണ് പറയുന്നത്. അവിടെയാണ് നേരത്തെ പ്രദീപ് പറഞ്ഞ ആദ്യത്തെ കോൺട്രഡിക്ഷനും അതിന് ED പറയുന്ന മറുപടി. എന്തിനാണ് ഏപ്രിലിൽ ശിവശങ്കർ വിളിച്ചത് എന്നുള്ള ചോദ്യമാണ് ED ഉയർത്തുന്നതും നമുക്കുണ്ടാകുന്ന സംശയവും. കോൺസുലേറ്റിന്റെ സെക്രട്ടറി കോൺസുലേറ്റിൽ ഇരിക്കുമ്പോൾ UAE സർക്കാർ UAE കോൺസുലേറ്റിലേക്ക് അയച്ച ബാഗേജ് വിട്ടുകിട്ടാൻ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തിന് ഇടപെട്ട് സ്വാധീനം ചെലുത്തണം എന്നുള്ള വളരെ ന്യായമായ ചോദ്യം. മറ്റൊന്ന്, ഈ പറയുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് കള്ളപ്പണം സൂക്ഷിക്കാൻ സ്വപ്നയെ സഹായിച്ചു എന്ന്. എങ്ങനെ സഹായിച്ചു? ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിനെ സ്വപ്നയ്ക്ക് പരിചയമില്ല. ശരി, പരിചയമുള്ള ഒരാൾ അല്ലെങ്കിൽ ബന്ധു
അവർക്ക് ഒരു ലോക്കർ തുടങ്ങണം. ആ ലോക്കർ തുടങ്ങണമെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു ഈ കുട്ടിക്ക് അറിയില്ല, ലോക്കർ തുടങ്ങാൻ സഹായിക്കണം. എന്തിന് വേണുഗോപാൽ നായിഡു പറഞ്ഞു ജോയിന്റ് ലോക്കർ തുറക്കുന്നു, എന്തിന് പണവുമായി ശിവശങ്കർ വേണുഗോപാലിന്റെ അടുത്ത് എത്തുന്നു. അപ്പോൾ അത് ആരുടെ പണം, എങ്ങനെ വന്ന പണം എന്നുള്ള ചോദ്യമായിരിക്കും ഇനി ഇ ഡി ചോദിക്കാൻ പോകുന്നതും ശിവശങ്കർ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാൻ പോകുന്നതും. തീർച്ചയായും ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് വളരെ വിശദമായി വരേണ്ടതുണ്ട്. കാരണം ലോക്കർ ഇനിയുള്ള ഇ ഡിയുടെ ചോദ്യങ്ങളിലും അല്ലെങ്കിൽ ശിവശങ്കർ പറയേണ്ട മറുപടികളിലും ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. എന്തിനു വേണ്ടി ഒരു ജോയിന്റ് ലോക്കർ സ്വന്തം ക്ലയന്റ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് തുറപ്പിച്ചു എന്നുള്ളത്. അതിലേക്ക് വരും മുമ്പ് ഈ അറസ്റ്റ് റിപ്പോർട്ട് പൂർണ്ണമാണ് എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഇത് കുറ്റപത്രമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കുറ്റപത്രം വരുമ്പോൾ കൂടുതൽ വ്യക്തത വരികയും ചെയ്യും. പക്ഷേ ഈ അറസ്റ്റ് റിപ്പോർട്ട് വെച്ച് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്കാണ് ഇനി. 2020 കള്ളക്കടത്തിന് 2018 തെളിവ് നിലനിൽക്കുമോ? കസ്റ്റംസിലെ ഏത് ഉദ്യോഗസ്ഥനെയാണ് ശിവശങ്കർ വിളിച്ചത്? കസ്റ്റംസിൽ വിളിച്ചതിന് കോൾ രേഖകൾ എവിടെ? എന്തുകൊണ്ടാണ് 2019 ഏപ്രിലെ വിളിക്ക് മാത്രം തെളിവുണ്ട് എന്ന് ഇ ഡി പറയുന്നത്? സ്വപ്നയുമായുള്ള ചാറ്റ് രേഖ ഫോൺ വിളിച്ചതിന് തെളിവാകുമോ? പ്രദീപ്, ഇവിടെയാണ് ബാക്കിയാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പ്രധാനമായും കാണിച്ചത്. പക്ഷെ അതിൽ നിർണായകമാവുക ഡിജിറ്റൽ തെളിവുകളായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും കോൾ രേഖകൾ എവിടെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ശിവശങ്കറിനോട് ഇ ഡി ചോദിച്ചത്. നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഡമ്മി ബാഗേജ് കടത്താൻ അക്യൂസ്ഡ് 1 മുതൽ 4 വരെയുള്ളവർ ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് ഇ ഡിയുടെ പക്കൽ തെളിവുണ്ട്. ഇവർ തമ്മിൽ ചർച്ച ചെയ്തതിന് ശേഷം ശിവശങ്കർ ഇടപെട്ടു എന്നുള്ളതിന് വാട്സാപ്പ് മെസ്സേജുകളും തെളിവായി, ഡിജിറ്റൽ തെളിവായി ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള മറുപടി എന്താണ്, ന്യായീകരണം എന്താണ് എന്നുള്ളത് ശിവശങ്കർ ഉത്തരം പറയേണ്ടി വരും. അത് സ്വപ്ന സഹായം തേടിയോ മറ്റുള്ള പ്രതികൾ ബന്ധപ്പെട്ടോ എന്നുള്ളതിനൊക്കെ അപ്പുറം ശിവശങ്കർ മറുപടി പറയേണ്ടി വരും. എന്തിന് ഇടപെട്ടു? ഡമ്മി ബാഗേജ് ആണെങ്കിൽ കൂടി, അതല്ലെങ്കിൽ ഡമ്മി ബാഗേജിന് മുമ്പ് ഒരു വിളി, ഒരു ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ. തീർച്ചയായും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്വാഭാവികം കേസിലെ അതിലെ പോയിന്റുകളും ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുമാണ്. അത് റിമാൻഡ് റിപ്പോർട്ടാവട്ടെ, ആധികാരികമായ റിപ്പോർട്ടാവട്ടെ. ഇനി നമുക്കിതിൻ്റെ രാഷ്ട്രീയത്തിലേക്കാണ് കിടക്കേണ്ടത്. കാരണം ബിനീഷ് കോടിയേരിയും ശിവശങ്കറും കേരളത്തിൽ ഒരു പ്രതിപക്ഷത്തിനും ഇതുപോലൊരു അവസരം വീണിട്ടുണ്ടാവില്ല. സർക്കാർ മാത്രമല്ല, പാർട്ടിയും പത്മവ്യൂഹത്തിലാവുന്ന സ്ഥിതി. പ്രതിപക്ഷ നേതാക്കളാവട്ടെ ആ പ്രതികരണങ്ങൾ അതിശക്തവുമാണ്. പ്രതികരണങ്ങളിലേക്ക്. ശിവശങ്കരൻ ഒരു കരു മാത്രമാണ്. യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു നാറിയ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന മന്ത്രിമാർക്ക് ഇരുമ്പഴി എണ്ണേണ്ട ഗതികേടുണ്ടാകും. മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം കൂടുതൽ ശക്തമായി ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആഫീസിനകത്ത് കൊള്ളയടി നടക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇപ്പൊ കസ്റ്റഡിയിലായിരിക്കുകയാണ്. പാർട്ടി നിലപാട് പറയേണ്ടതില്ല എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരോടും ജനങ്ങളോടുമുള്ള അവഹേളനമാണ്. CPM എത്തി നിൽക്കുന്ന അപജയത്തിന്റെ സൂചനയാണ് ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന ജീർണത. LDF-നെ സംബന്ധിച്ചോ CPIM-നെ സംബന്ധിച്ചോ ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, പാർട്ടിയുടെ വിഷയമല്ല. പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ ധാർമ്മിക ഉത്തരവാദിത്വം CPIM-നില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മാത്രമല്ല, മറ്റ് CPM-ന്റെ നേതാക്കന്മാരും കുടുംബങ്ങളും ഒക്കെ തന്നെ ഇത്തരം ഏറ്റവും രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് എന്ന് സ്ഥാപിക്കപ്പെടുന്ന തെളിവുകൾ അങ്ങനെ നിവർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രദീപ്, ശ്രദ്ധിക്കേണ്ട 2 ദിവസത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളാണ്. മുന്നോക്ക സംവരണം കൊണ്ട് സർക്കാർ വന്നപ്പോൾ വെട്ടിലായത് പ്രതിപക്ഷമായിരുന്നു. എന്ത് ചെയ്യണം എന്നുള്ള തങ്കലപ്പ്. ഇപ്പോൾ വർദ്ധിത വീര്യത്തിലാണ് പ്രതിപക്ഷം. ഈ 2 ദിവസത്തെ മാറിയ സാഹചര്യം, പൊളിറ്റിക്കൽ ഗ്രാഫ് അങ്ങനെ. ഇത് ഈ 2 ദിവസത്തെ കാര്യത്തിന് മുമ്പ് 4.5 വർഷം കൊണ്ട് ഈ സർക്കാർ ഉണ്ടാക്കിയെടുത്തത് ചില്ലറ ഒരു പ്രതിച്ഛായയൊന്നുമല്ല. പ്രത്യേകിച്ച് കോവിഡിന്റെ തുടക്കകാലത്ത് അടക്കം ലോകമാകമാനമുള്ള മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയ ഒരു സർക്കാരാണ്, ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു ആരോഗ്യമന്ത്രിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കോവിഡ് ആരംഭിക്കുന്നു, സ്പ്രിംഗ്ലർ ഇടപാട് വരുന്നു, തുരുതുര വിവാദങ്ങൾ വരുന്നു. അവിടെ എവിടെയാണ് ഇപ്പോൾ സർക്കാർ എത്തി നിൽക്കുന്നത്? സാങ്കേതികമായി ഇപ്പോൾ LDF കൺവീനർ വിജയരാഘവൻ പറഞ്ഞ ന്യായത്തിൽ വേണമെങ്കിൽ പിടിച്ചു നിൽക്കാം. സർക്കാരിൽ നിന്ന് പുറത്താക്കിയ, സസ്പെൻഷനിലായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി
ഇപ്പോൾ എന്തു ചെയ്തു, അല്ലെങ്കിൽ അന്ന് എന്തു ചെയ്തു എന്നുള്ളതിന് ഇപ്പോൾ സർക്കാർ മറുപടി പറയേണ്ട കാര്യമില്ല. സർക്കാരിന് അക്കാര്യത്തിൽ ഉത്തരവാദിത്തം ഇല്ല എന്ന്. എം ശിവശങ്കർ ആരായിരിക്കുമ്പോഴാണ് ഇതെല്ലാം നടത്തിയത്, ഈ ഇടപെടലുകൾ നടത്തിയത്, ഈ വിവാദം ഉണ്ടായത്? 1. 2, പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല എന്ന് CPM നേതാക്കൾ പറയുമ്പോൾ അത് സാങ്കേതികമായി വാദിച്ചു നിൽക്കാം എന്നല്ലാതെ പാർട്ടി അണികൾക്കോ ജനങ്ങൾക്കോ ബോധ്യപ്പെടണം എന്നുണ്ടോ? തീർച്ചയായും സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. അതിന് പരമാവധി പ്രതിപക്ഷം ഉപയോഗിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല കോവിഡ് പ്രമാണിച്ച് നിർത്തിവെച്ച പ്രക്ഷോഭ പരിപാടികളൊക്കെ ഇനി പുനരാരംഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് രാഷ്ട്രീയം അത് ആ വഴിക്ക് നടക്കുകയും ചെയ്യട്ടെ. നമ്മൾ കുറച്ചുകൂടി പോയിന്റ്സിലേക്കാണ് ഇനി കടക്കുന്നത്. പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ആയുധം നേരത്തെ പ്രദീപ് പറഞ്ഞ ആ പോയിന്റ് ഉണ്ട്. അതായത് വരും ദിവസങ്ങളിൽ ഇനി ശിവശങ്കറിൻ്റെ ഡെവലപ്മെൻറ്റ് വരാൻ പോകുന്ന പ്രധാനമായിട്ടും ആ ലോക്കറിലേക്കാണ്. ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടതിലെ ഏറ്റവും നിർണായക തെളിവ് ആ ബാങ്ക് ലോക്കറാണ്. എന്താണ് ആ ബാങ്ക് ലോക്കർ എന്ന് നോക്കാം. എന്തൊക്കെയാണ് ആ ലോക്കർ വഴി ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നും പരിശോധിക്കാം. ലോക്കർ എടുത്തത് സ്വപ്നയും വേണുഗോപാലും ചേർന്ന്. പി വേണുഗോപാൽ ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ശിവശങ്കർ പറഞ്ഞതനുസരിച്ച് ലോക്കർ എടുത്തു എന്ന വേണുഗോപാലിന്റെ മൊഴി. എന്നാണ് ലോക്കർ എടുത്തത്? 2018 നവംബർ 30. എന്തുകൊണ്ട് ഈ ലോക്കർ വിവാദമായി? ഈ ലോക്കറിൽ നിന്ന് 64 ലക്ഷം രൂപ കണ്ടെടുത്തു. വേറെ എത്ര തുകയാണ് പിടിച്ചെടുത്തത്? ഫെഡറൽ ബാങ്ക് ലോക്കറിൽ നിന്ന് 36.5 ലക്ഷം പിടിച്ചു. എന്താണ് ലോക്കറിലെ ദുരൂഹത? വേണുഗോപാലും സ്വപ്നയും ചേർന്ന് എടുത്തതിനാൽ ബിനാമി എന്ന സൂചന. എന്തിനാണ് വേണുഗോപാലിനെ കൂടെ ചേർത്തത്? ശിവശങ്കറിന് ആ പണത്തിൽ ഉത്തരവാദിത്വമുള്ളതുകൊണ്ടാകാം എന്ന് ED. ലോക്കർ തുടങ്ങുമ്പോൾ സ്വപ്നയ്ക്ക് ജോലി എവിടെ? ലോക്കർ തുടങ്ങുമ്പോൾ സ്വപ്ന ജോലി ചെയ്തിരുന്നത് UAE കോൺസുലേറ്റിൽ. ശ്രീ പ്രദീപ് ശ്രദ്ധിക്കേണ്ടത് 2018 നവംബർ 30 ലോക്കർ തുറക്കുന്നത്. അതായത് അന്ന് ആ സമയത്ത് ഈ കള്ളക്കടത്തുകൾ നടക്കുന്നതായി ഇടപാടുകൾ നടക്കുന്നതായൊന്നും നിലവിൽ EDയുടെയോ ഒരു അന്വേഷണത്തിലോ ഇല്ല. അതിനൊക്കെ മുമ്പ് ആ സമയത്ത് അവർ ദുബായ് കോൺസുലേറ്റിലായിരുന്നു. എന്തുകൊണ്ട് ഈ ലോക്കർ നേരത്തെ പറഞ്ഞ പോലെ പി വേണുഗോപാലിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തുറന്നു? സ്വാഭാവികമായിട്ടും സങ്കീർണമായ ഒരു കുരുക്ക് തന്നെയല്ലേ അത് ഈ ലോക്കർ? എന്തിനീ ലോക്കർ തുറന്നു? 2018 എന്തിനീ ലോക്കർ തുറന്നു? ഇപ്പോൾ സ്വപ്ന പറയുന്നത് പലവിധ ഇടപാടുകളിൽ നിന്ന് ലഭിച്ച പണമാണ് എന്നൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ലൈഫ് മിഷൻ ഇടപാടിൽ കിട്ടിയ കമ്മീഷൻ ആണെന്ന് പറയുന്നു. മറ്റ് ചില മാർഗങ്ങളിലൂടെ നേടിയ പണമാണെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. സ്വാഭാവികമായിട്ടും പ്രേക്ഷകരും ആലോചിക്കുന്ന ഒരു സംഗതി, 2018 ശിവശങ്കർ എന്തിന് സ്വന്തം സുഹൃത്തു കൂടിയായ അല്ലെങ്കിൽ സ്വന്തം ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായ വേണുഗോപാലിനോട് ജോയിന്റ് ലോക്കർ അക്കൗണ്ട് തുറക്കാൻ പറഞ്ഞു? സ്വപ്നയ്ക്ക് ഒരു ലോക്കർ വേണം, സ്വാഭാവികം. ഈ നാട്ടിൽ ആർക്കും ലോക്കർ തുറക്കാം. ലോക്കർ തുറക്കാനുള്ള ഒരു പക്ഷേ ഫോർമാലിറ്റീസ് അറിയില്ലായിരിക്കാം. ആരെങ്കിലും വിളിച്ചു പറയാം, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ വിളിച്ചു പറയാം, നമ്മുടെ ഒരു കുട്ടി വരുന്നുണ്ട്, ഒരു ബാങ്ക് ലോക്കർ തുറന്നു കൊടുക്കണമെന്ന്. ആ കുട്ടിയുമായി ജോയിന്റ് ലോക്കർ തുറക്കണം എന്ന് നിഷ്കർഷിക്കുകയും അതിന്റെ ഒരു താക്കോൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കൈവശം വെക്കുകയും ചെയ്തത് എന്തിനാ? നേരത്തെ സാധാരണക്കാരന്റെ ചോദ്യം, അപ്പോൾ എന്താ സ്വപ്നയെ ശിവശങ്കറിന് വിശ്വാസമില്ലായിരുന്നോ എന്ന് ചോദിക്കാം. വളരെ ന്യായമായിട്ടും എന്തിന് ജോയിന്റ് ലോക്കർ അക്കൗണ്ട്? ഇപ്പൊ സ്വപ്നയെ സഹായിക്കാനാണെന്നുണ്ടെങ്കിൽ, സ്വപ്നയുടെ പണമോ ആഭരണമോ സൂക്ഷിക്കാനാണ് ഒരു സുഹൃത്തെന്നോ ബന്ധുവെന്നോ ഉള്ള നിലയിൽ ഒരു ലോക്കർ തുറക്കാനാണ് എന്നുള്ളതെങ്കിൽ എന്തിന് ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ചേർന്ന് ഒരു ജോയിന്റ് ലോക്കർ തുറക്കുന്നു എന്നുള്ളത് ന്യായമായ ചോദ്യമാണ്, ലോജിക്കാണ്. അപ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നുവോ? എന്തൊക്കെയോ ആസൂത്രണം ഉണ്ടായിരുന്നോ 2018 മുതൽ? ആ ചോദ്യങ്ങളിലാണ് ഇപ്പോൾ ED നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ED പറയുന്ന കാര്യങ്ങൾ. അതായത് ED കൊണ്ടുവരുന്ന പ്ലോട്ട് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആ ലോക്കർ വരും ദിവസങ്ങളിലും ഒരു നിർണായകമായ കുരുക്ക് തന്നെ ആയിരിക്കും. ഏതായാലും സ്വപ്നയ്ക്ക് നേരിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വേണുഗോപാലിൻ്റെ പേരിലാണ് ലോക്കർ.
ഇത് ബിനാമി ഇടപാടാണ് എന്ന് ED സംശയിക്കുന്നു. അതിനെങ്ങനെ കുറ്റം പറയാൻ കഴിയും ഇതുവരെ നമ്മൾ പറഞ്ഞ സാഹചര്യം വെച്ച്? ഇത് മാത്രമല്ല പ്രശ്നം. ലൈഫ് മിഷനുണ്ട്. ലൈഫ് മിഷൻ കരാർ ഒപ്പിട്ടത് ശിവശങ്കർ പറഞ്ഞിട്ടാണെന്ന് സന്തോഷ് ഈപ്പൻ മൊഴി നൽകിയെന്നാണ് ED പറയുന്നത്. കരാർ എഴുതിയത് ശിവശങ്കർ നേരിട്ടാണെന്ന് ലൈഫ് മിഷൻ CEOയും മൊഴി നൽകി. ഇതിനൊക്കെ എന്ത് വിശദീകരണം നൽകും എന്നുള്ളതാണ് ചോദ്യം. അപ്പോഴും ഈ ലോക്കറിനെ ചുറ്റിപ്പറ്റി ഏജൻസികളല്ല, ചോദ്യങ്ങളാണ് ഒരുപാട്. തീർച്ചയായിട്ടും. ഒന്ന് ലോക്കർ, പിന്നെ നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേണുഗോപാലിന്റെ പേരിൽ ന്യായമായ ചോദ്യമാണ് ഉന്നയിച്ചത്. എന്തിന് ലോക്കർ തുറക്കുന്നു? അതിന് എന്തിന് ശിവശങ്കർ ഇടപെടുന്നു? ശിവശങ്കർ ഉൾപ്പെടെ അവിടെ പണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്ന് വേണുഗോപാൽ ഇതിനകം ഏജൻസികൾക്ക് മൊഴി നൽകി കഴിഞ്ഞു. അപ്പോൾ ഇത് കേവലം ആരോപണങ്ങൾ അല്ല, ഡിജിറ്റൽ തെളിവുകളുടെയും വാട്സാപ്പ് സന്ദേശങ്ങളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ED ഉയർത്തിയ ചോദ്യങ്ങളാണ് ഈ പുറത്തു വരുന്നത്. ഉത്തരം പറയാൻ സ്വാഭാവികമായും ബുദ്ധിമുട്ടും. ഉത്തരം പറഞ്ഞു വരുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയരും എന്നതും സ്വാഭാവികം. സ്വാഭാവികമായും ശിവശങ്കറിനെതിരെ ഇപ്പോൾ ഏതൊക്കെ കേസുകളിലാണ് അന്വേഷണം? സ്വർണ്ണക്കടത്തിലെ ബന്ധം, ലൈഫ് മിഷന്റെ ബന്ധം, പിന്നെ കള്ളപ്പണം വെളുപ്പിക്കലിലെ ബന്ധം, ബിനീഷ് കൊടിയേരിക്കെതിരെ ലഹരി മരുന്ന് കടത്ത് അല്ലെങ്കിൽ ലഹരി മരുന്ന് കേസിലെ ബന്ധം. ഇത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ED ആണ്. ശിവശങ്കറിന്റെ കേസിൽ ഇനി കസ്റ്റംസും ഉണ്ട്. ആ കസ്റ്റംസ് ചോദിക്കാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം തിരുവനന്തപുരത്തെ ഒരു ബാങ്ക് മാനേജർ നൽകിയ മൊഴിയാണ്. ആ മാനേജർ ഇപ്പോൾ സസ്പെൻഷനിലുമാണ്. അതായത് ഡോളർ ആക്കി കാശ് കൊടുക്കാനായി മാനേജറെ വിളിച്ച് ശിവശങ്കർ ശുപാർശ ചെയ്യുന്നു. ഈ ഡോളർ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് രാജ്യത്തിന് പുറത്തേക്ക് സ്വപ്നയും കൂട്ടാളികളും കൊണ്ടുപോയി എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. ആ ആരോപണം കസ്റ്റംസ് ഉന്നയിച്ചു കഴിഞ്ഞു. ആ ചോദ്യവുമായി അടുത്ത ശിവശങ്കറിനെ സമീപിക്കാൻ പോകുന്നത് കസ്റ്റംസ് ആണ്. എന്തിനാണ് രൂപ മാറ്റി ഇത്രയും കോടി രൂപയുടെ ഡോളർ മാറ്റി എടുക്കാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്ര വേവലാതിപ്പെട്ടത്, മുൻകൈ എടുത്തത്, സഹായം തേടിയത്, ഒരു ബാങ്ക് മാനേജറുടെ പണി കളഞ്ഞത്? എന്തിന് ഈ വിദേശയാത്രയിൽ ശിവശങ്കർ ഒപ്പം പോയി എന്നുള്ള ചോദ്യവും അങ്ങനെ തന്നെ നിൽക്കുന്നു. ചോദ്യങ്ങളാണ് കൂടുതൽ. തീർച്ചയായും. ഏതായാലും കൂടുതൽ വിശദാംശങ്ങളിൽ പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആദ്യം ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി ഈ തരുണത്തിൽ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ഈ ഓൾ ഇന്ത്യ സർവീസിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ വന്നത്. അങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഗൗരവമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും അതിനകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദൗർബല്യം സംഭവിച്ചുവെന്ന് ഇപ്പോൾ ഞാൻ കാണുന്നില്ല. പ്രദീപ്, വളരെ ശ്രദ്ധ അർഹിക്കുന്ന രണ്ട് പ്രതികരണങ്ങളാണ്. അതിൽ മിനിസ്റ്റർ ജി സുധാകരൻ്റെ താങ്കളോട് തന്നെ പറഞ്ഞ ഏറെ ശ്രദ്ധിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ശിവശങ്കറിനെ ഞാൻ അടുപ്പിച്ചിട്ടില്ല. PWDയിൽ ഇടപെടാൻ നടത്തിയ ശ്രമങ്ങൾ ഞാൻ തടഞ്ഞു. എൻ്റെ വകുപ്പിൽ ഇടപെടാൻ അനുവദിച്ചിട്ടില്ല. പിന്നെ അതിരൂക്ഷമായി ശിവശങ്കറിനെ ജി സുധാകരൻ വിമർശിക്കുന്നും ഉണ്ട്, വിശ്വാസവഞ്ചന കാട്ടി എന്നുള്ളത് അടക്കം. പക്ഷേ അവിടെ ജി സുധാകരൻ ഉദ്ദേശിച്ചോ അല്ലാതെയോ ചോദിക്കുന്നൊരു ചോദ്യമില്ലേ? ജി സുധാകരന് കണ്ടെത്താനായ കള്ളത്തരം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കണ്ടെത്താനായില്ലേ? അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച ജാഗ്രത എന്തുകൊണ്ട് ഇവിടെ നിന്നുണ്ടായില്ല? മുഖ്യമന്ത്രി എന്തുകൊണ്ട് കാണിച്ചില്ല? സ്വന്തം വകുപ്പിൽ ഇടപെടാൻ അനുവദിച്ചില്ല എന്ന് തീർത്ത് പറയുകയാണ് ജി സുധാകരൻ. പക്ഷേ ശിവശങ്കരനെ വിശ്വസിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഗവൺമെൻറ് വിശ്വസിച്ചു. ബഹുമാനായ പിണറായി വിജയൻ വ്യക്തിപരമായിട്ട് മാത്രം ഗവൺമെൻറ് വിശ്വസിച്ചില്ലേ? അയാൾ IT സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അയാൾ എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് റോഡ് കട്ടിങ്ങിനൊക്കെ വരും. പല കാര്യങ്ങളും അയാളോട് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒരു വിശ്വാസവഞ്ചന ചെയ്തു. ഞാനാണ് വഞ്ചകൻ ആദ്യം പിടിച്ചത്. കാനം രാജേന്ദ്രനിലേക്ക് വന്നാൽ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം അന്ന് പരസ്യമായി പറഞ്ഞിരുന്നില്ല. ശിവശങ്കർ വിശദീകരണവുമായി MN സ്മാരകത്തിലേക്ക് പോയതും കാനത്തെ സന്ദർശിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ മാധ്യമങ്ങൾ കയറി ഇറങ്ങി ശിവശങ്കർ അഭിമുഖം കൊടുത്ത് വിശദീകരിക്കാനും ശ്രമിച്ചു ഈ ഇടപാടുകളെ സംബന്ധിച്ച്. ഈ അഭിമുഖത്തിൽ കാനം രാജേന്ദ്രൻ തുറന്നു പറഞ്ഞ കാര്യം, ഏപ്രിലിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ 20 മുഖ്യമന്ത്രിയെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും കണ്ട് ശിവശങ്കർ വഴിവിട്ട ഇടപെടലുകൾ നടത്തുന്നു, സൂക്ഷിക്കണം, ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു എന്നാണ്. കാനം രാജേന്ദ്രൻ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചത് ഇന്ന് വിനയായോ? തീർച്ചയായും ഉത്തരം കിട്ടേണ്ട ചില ചോദ്യങ്ങൾ, പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 3 ചോദ്യങ്ങൾ. ശിവശങ്കർ സ്വപ്ന ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ അത് വലിയ സുരക്ഷാ വീഴ്ചയല്ലേ?
ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തുന്ന മക്കളുടെ സ്രോതസ് എന്താണെന്ന് മാതാപിതാക്കൾ അന്വേഷിക്കട്ടെ. പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായാൽ മുഖ്യമന്ത്രിക്കും, മകൻ അറസ്റ്റിലായാൽ പാർട്ടി സെക്രട്ടറിക്കും ഉത്തരവാദിത്വമില്ലേ? ചോദ്യങ്ങളാണ്. ഉത്തരം ഭരണാധികാരികൾ എന്തും പറയട്ടെ, ജനം അവരുടെ മനസ്സിലും കരുതിയിരിക്കും.